എൻ്റെ പെങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. മക്കളല്ലേ, അച്ഛൻ ഞങ്ങളെ ഒരിക്കലും ശപിക്കരുത്. ചന്ദ്രേ മോളെ, നിന്റെ പ്രകാശനെ നമ്മുടെ വണ്ടി കൊണ്ട് നമ്മുടെ ഡ്രൈവറെ സ്വാധീനിച്ച് വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ കരുക്കൾ നീക്കിയത് പ്ലാമൂട്ടിലെ ആന്റണിയാ. അയ്യോ മഹേട്ട, വേണ്ട, എഴുന്നേക്കണ്ട. സ്വാമി, അച്ഛനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാൻ അവന്റെ തലയിൽ ഉദിച്ച തല തിരിഞ്ഞ തന്ത്രം, അതിലവൻ വിജയിക്കുക തന്നെ ചെയ്തു. ആരോടും കൂസാത്ത അച്ഛനെ ഈ പരുവത്തിലാക്കി കിടത്തിക്കളഞ്ഞില്ലേ? പറമോളെ, അച്ഛനെ സംശയിച്ചതിനും സങ്കടപ്പെടുത്തിയതിനും മാപ്പ് പറ. ഇല്ലെങ്കിൽ 7 ജന്മം കഴിഞ്ഞാലും നമുക്കിതിന്ന് മോചനം ഉണ്ടാവില്ല. എന്റെ നഷ്ടങ്ങളുടെ വേദനയെ ഞാൻ പറഞ്ഞു പോയത്. മക്കളെ, അച്ഛനല്ലാതെ ആരാ മക്കളെ നിങ്ങളോട് ക്ഷമിക്കേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്താലും പൊറുക്കാനും സഹിക്കാനും ഉള്ള മനസ്സ് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങള് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ആയത്. ശിവ, ചെയ്തവന് നീ നന്നായിട്ട് കൊടുത്തില്ലേ? ഇനി ചെയ്യിച്ചവന്റെ ഊഴവ, അതും ഒട്ടും കുറയ്ക്കണ്ട. നീയല്ലേ ദിലീപ്? ആണെങ്കിൽ ദേവകിയമ്മയുടെ മകൻ. ആ പാവം അമ്മ അടുക്കള പണിയെടുത്തും പുറം ജോലിക്ക് പോയിട്ടും അല്ലടാ നിന്നെ പഠിപ്പിക്കാൻ വിട്ടത്. പഠിക്കണ്ട, ആ പെറ്റ വയറിനോടുള്ള ബഹുമാനമെങ്കിലും കാണിച്ചൂടെ നിനക്ക്? കൊന്നു കളഞ്ഞില്ലേ ആ പാവത്തിന്? ഇതൊക്കെ പറയാൻ നീ ആരാടി? നിന്റെയൊക്കെ സഞ്ചയനവും അടിയന്തരവും ഒന്നിച്ച് നടത്താൻ വന്നതാണെന്ന് വിചാരിച്ചാ മതി. പോലകുളി അടക്കം. പെട്ടെന്ന് വാ. പിടിക്കണോ അവരെ? സർ, ഇതിലാരാണ് ദിലീപ്? ഞാനാ സാറേ. ലഹരി മരുന്നിന് അടിമ. അമ്മയെ കൊന്നിട്ട് നീ ഇവിടെ ഒളിച്ച് താമസിക്കാനുള്ള പന്ന പുന്നാര മോനെ.